ഒരു ചെറിയ ഗ്രാമത്തിൽ കബീർ എന്നൊരു ബാലൻ ജീവിച്ചിരുന്നു. അവൻ ബുദ്ധിമാനായിരുന്നു. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. അവൻ ഒരിക്കലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയിരുന്നില്ല. അവന്റെ മനസ്സ് എപ്പോഴും ഒരലയുന്ന പക്ഷിയെപ്പോലെ ചിന്തയിൽ നിന്ന് ചിന്തയിലേക്ക് ചാടിക്കൊണ്ടേയിരുന്നു. പുസ്തകം വായിക്കാൻ തുടങ്ങുകയോ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്താൽ ഉടൻ തന്നെ കളികളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ശ്രദ്ധ മാറും. പഠിക്കാനിരിങ്ങിയാൽ പോലും ഫോൺ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ മനസ്സിലേക്ക് കയറിവരും. കബീറിന്റെ അച്ഛൻ പലപ്പോഴും പറഞ്ഞിരുന്നു, "മകനേ, നിന്റെ മനസ്സ് ഒരു കാട്ടുകുതിരയെപ്പോലെയാണ്. അത് നീ നിയന്ത്രിക്കാത്ത പക്ഷം തെറ്റായ വഴിയിലേക്കാണ് നിന്നെ കൊണ്ടുപോകുക. എന്നാൽ അതിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ നീ പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സ്ഥലത്തേക്കും അത് നിന്നെ എത്തിക്കും." പക്ഷെ കബീർ അതൊരിക്കലും ഗൗരവമായി എടുത്തില്ല. ഒരു ദിവസം ഗ്രാമത്തിലെ ഒരു വലിയ ദർബീഷിന്റെ അടുക്കൽ കബീറിനെയും കൂട്ടി അവന്റെ അച്ഛൻ സമീപിച്ചു. ദർബീഷ് യുവാക്കളെ വിജയത്തിലേക്ക് നയിക്കുന്നതിനായി പ്രസിദ്ധനായവനായിരുന്നു. കബീറിന്റെ പ്രശ്നം കേട്ട ഗുരുജി ചിരിച്ചുകൊണ്ട് ഒരു ചെറിയ വെള്ളം നിറച്ച ഗ്ലാസ് നൽകി പറഞ്ഞു, "ഈ ഗ്ലാസ് കയ്യിൽ പിടിച്ച് എന്റെ തോട്ടത്തിൽ നടക്കുക. പക്ഷേ ഒരു തുള്ളി പോലും വീണുപോകരുത്." കബീറിനിത് എളുപ്പമാണെന്ന് തോന്നി. എന്നാൽ നടന്നു പോകുമ്പോൾ പക്ഷികൾ കൂവുകയും ഇലകൾ ശബ്ദിക്കുകയും കുട്ടികൾ ചിരിക്കുകയും ചെയ്തു. അവൻ എല്ലായിടത്തും നോക്കുമ്പോൾ വെള്ളം ചിതറിപ്പോയി. തിരിച്ചെത്തിയപ്പോൾ ഗ്ലാസിൽ പകുതി വെള്ളമുണ്ടായിരുന്നു. ദർബീഷ് ചോദിച്ചു, "എങ്ങനെയാണ് പകുതി വെള്ളം ചിതറിപ്പോയത്?" കബീർ മറുപടി നൽകി, "ഞാൻ ശ്രദ്ധ തെറ്റിച്ചു." അപ്പോൾ ദർബീഷ് പറഞ്ഞു, "ഈ ഗ്ലാസ് നിന്റെ ലക്ഷ്യമാണ്. അതിലെ വെള്ളം നിന്റെ ശ്രദ്ധ. ചുറ്റുമുള്ള ശബ്ദങ്ങളും കാര്യങ്ങളും ലോകത്തിന്റെ ശ്രദ്ധ ചിതറിപ്പിക്കുന്ന വസ്തുക്കൾ. നീ മനസ്സിനെ നിയന്ത്രിക്കാതെ പോയാൽ ലക്ഷ്യം കൈവരിക്കാനാകും മുമ്പ് നിന്നിൽ നിന്ന് എല്ലാം നഷ്ടപ്പെടും." അന്ന് ദിവസം കബീറിന് വലിയൊരു പാഠം കിട്ടി. അന്നുമുതൽ അവൻ ചെറുതായി തുടങ്ങി. ഒരേ സമയത്ത് ദിനംപ്രതി എഴുന്നേൽക്കുക, ഫോൺ ഉപയോഗം കുറയ്ക്കുക, ചെയ്യുന്ന കാര്യത്തിൽ മുഴുവൻ ശ്രദ്ധ നൽകുക, മനസ്സ് ശാന്തവും സ്ഥിരവുമാക്കാൻ രാവിലെയൊക്കെ കുറച്ചു സമയം ധ്യാനം ചെയ്യാൻ തുടങ്ങി. ആദ്യമത് ബുദ്ധിമുട്ടായിരുന്നു. മനസ്സ് വീണ്ടും വീണ്ടും അലഞ്ഞുപോയി. പക്ഷേ അവൻ അതിനെ വീണ്ടും വീണ്ടും തിരിച്ചു വലിച്ചു. ദിവസങ്ങൾ ആഴ്ചകളായി മാറി. പതിയെ പതിയെ മാറ്റം സംഭവിച്ചു. ഓർമ്മശക്തി മെച്ചപ്പെട്ടു, മാർക്കും ഉയർന്നു. ഒരു വർഷത്തിനു ശേഷം വലിയൊരു ദേശീയ മത്സരത്തിന് പ്രഖ്യാപനമുണ്ടായി. വിദ്യാർത്ഥികൾക്ക് സങ്കീർണമായ ചോദ്യങ്ങൾ കുറച്ചു സമയത്തിനുള്ളിൽ തീർക്കേണ്ടി വന്നു. കബീർ പങ്കെടുത്തു. ചോദ്യങ്ങൾ കടുപ്പമായിരുന്നു. പലരും ഭയന്ന് അലയുമ്പോൾ കബീർ ശാന്തമായി ഓരോ ചോദ്യവും ഒന്നൊന്നായി തീർത്തു. ദർബീഷ് പഠിപ്പിച്ച വെള്ളത്തിന്റെ ഗ്ലാസ് പോലെ. ഫലം വന്നപ്പോൾ കബീറാണ് വിജയി. എല്ലാവരും അവനെ കൈയടിച്ച് പ്രശംസിച്ചു. ദർബീഷിന്റെ മുഖത്ത് അഭിമാനത്തിന്റെ പുഞ്ചിരി തെളിഞ്ഞു. കബീർ തെളിയിച്ചു, ഒരു ശാസനപ്പെട്ട മനസ്സ് കഴിവിനെയും ഭാഗ്യത്തിനെയും ബുദ്ധിയെയും ശക്തമാണ്. അന്നുമുതൽ കബീർ തന്റെ ഗ്രാമത്തിൽ മനസ്സ് കീഴടക്കിയ ബാലൻ എന്നറിയപ്പെട്ടു. നിനക്കും ഇപ്പോൾ ചെറിയൊരു പ്രചോദനത്തിന്റെ തിളക്കം തോന്നിയെങ്കിൽ അത് നഷ്ടപ്പെടുത്തരുത്. ഇന്ന് തന്നെ തുടങ്ങുക. നിന്റെ വിജയത്തിന്റെ പുതിയ അധ്യായം തുടങ്ങുന്നത് നീ മനസ്സിനെ ശാസനപ്പെടുത്തിയെന്ന തീരുമാനത്തിലൂടെയാണ്. ഇതാ നിന്റെ ചെറിയൊരു പ്രചോദനമായ ഒരു നല്ല പുതിയ ആരംഭമായി മാറട്ടെ.